മൊബൈൽ ഫോൺ ഇറക്കുന്ന കമ്പനിക്കാരെ നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അവരുടെ സാധനങ്ങൾ വിൽക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സാധനം. ഇത് നോക്കിയേ, ഇതൊരു സാധാരണ മൊബൈൽ ഫോണിനെ പറ്റി വലിയൊരു ധാരണയൊന്നും ഇല്ലാത്ത ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 ക്യാമറ ഉള്ളതായിട്ട് തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതിൽ 2 ക്യാമറയാണെന്ന് തോന്നും. അപ്പോൾ എന്നാ ചെയ്യും, 2 ക്യാമറ ഉള്ള ഫോണാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പോയിട്ട് മേടിക്കും. ഇത് ഈ കമ്പനിയുടെ മാത്രം കാര്യമല്ല, പല കമ്പനികളും ഇതേപോലെ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ക്യാമറയുടെ എണ്ണം കൂടുതലുള്ളതായിട്ട് തോന്നും, നമ്മളത് നോക്കിയിട്ട് മേടിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റ ക്യാമറയേ ഉള്ളൂ, മറ്റേതൊരു ചെറിയ സെൻസറാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണോ എന്നറിയാനായിട്ട് നമുക്ക് ഈ ഫോണൊന്ന് അതിൻ്റെ ബാക്ക് പാനലൊന്ന് അഴിച്ചിട്ട് നോക്കാം. അഴിച്ചിട്ട് നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി നിങ്ങൾ മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ക്യാമറയുടെ എണ്ണമല്ല നോക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസുമാണ് നോക്കേണ്ടത്. എണ്ണത്തിൽ വലിയ കാര്യമൊന്നുമില്ല. എണ്ണത്തിൽ കാര്യമില്ലെന്നല്ല, വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഡമ്മി ക്യാമറയിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് മേടിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ആ മൊബൈൽ ഫോണ് അതിൻ്റെ ബാക്ക് പാനൽ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഒരൊറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാണുന്നതാണ് ക്യാമറ. ഇതിൻ്റെ താഴെയുള്ള തണ്ട് ഈ ഒരു ചെറിയ സാധനമാണ് അവിടെ ക്യാമറ ആയിട്ട് നമുക്ക് തോന്നിയത്. ഇതൊരു ക്യാമറ അല്ല, ഇതൊരു ചെറിയൊരു സെൻസറാണ്. വലത്തെ സൈഡിൽ ഫ്ലാഷും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സാധനം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ഇത് 2 ക്യാമറയുള്ള ഫോണായിട്ട് തോന്നും. നമ്മളങ്ങനെ 2 ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് ഇത് വാങ്ങിക്കുകയും ചെയ്യും. പക്ഷേ ശരിക്കും 2 ക്യാമറ ഇല്ല, ഒറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക.